വെൽക്കം ബാക്ക് ഗൈസ്. നമുക്ക് പറയാനുള്ളത് പിക്സൽ 8a പറ്റിയിട്ടാണ്. ഈ 8a എന്ന് പറയുമ്പോൾ 2024 അവർ റിലീസ് ചെയ്തിട്ടുള്ള ഡിവൈസ് ആണ്. ഇപ്പോൾ ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പിക്സൽ 10a ആണ്. അതും ഇതും തമ്മിൽ ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കാര്യങ്ങളിലോട്ട് പോവാം. ഇവരുടെ എ സീരീസിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, പിന്നെ കുറച്ച് നല്ല അടിപൊളി അഡ്വാൻറ്റേജസ് ഉണ്ട്. 40,000 35,000 റിലീസ് ചെയ്യേണ്ട സാധനം അവരന്ന് റിലീസ് ചെയ്തത് 54,000 അപ്പോൾ ഇത് റിലീസ് ചെയ്ത സമയത്തിൽ ഒരു മനുഷ്യൻ വാങ്ങിയിട്ടില്ല. പിന്നെയാണ് അവർ മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പ്രൈസ് കുറച്ചു. അപ്പൊ പിന്നെ ആൾക്കാർ വാങ്ങി. 35,000 ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ പിന്നെ ഇത് സെല്ലായിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഏതൊരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ഡിസ്പ്ലേക്കാണ്. ഇതിന്റെ ഡിസ്പ്ലേക്ക് നോക്കിയാൽ തന്നെ നമ്മളെ മൂഡ് പോകും. കാരണം ഇതിന്റെ ഡിസ്പ്ലേക്ക് ഇത്രത്തോളം ബെസൽസ് ഉണ്ട്. കണ്ടില്ലേ, 2024 തന്നെ ഇത് ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ പറയണ്ടല്ലോ. ആൻഡ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള പിക്സൽ 10ലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത്രയും ഒരുപാട് നല്ല തിക്കറായിട്ടുള്ള ബെസൽസ് ഉണ്ട്. നമ്മൾ ഷസാമണ്ണൻ പറഞ്ഞ പോലെ നല്ല കട്ടിയുള്ള താടി ഉണ്ട് ഇതിന് ഇത്രയും തിക്കറായിട്ടുള്ള ബെസൽസ് ഉണ്ടെങ്കിലും ഡിസ്പ്ലേ നല്ല ബ്രൈറ്റർ ആണ്. ഏകദേശം 2000 നിറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടും. ആൻഡ് 10ൽ നമുക്ക് 3000 പീക്ക് ബ്രൈറ്റ്നസ് കിട്ടും. സോ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഡിസ്പ്ലേ ഈസ് ഗുഡ്, ബട്ട് ഈ ബെസൽസ് അൺസൈക്കബിൾ. രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഈ ബാറ്ററിയാണ്. കാരണം ഇതിലുള്ള ബാറ്ററി 4500 mAh ചാർജിങ് സ്പീഡ് 18 വാട്ടുമാണ്. സോയാ നമുക്ക് എന്തായാലും വൺ ഡേ കിട്ടൂല. ചാർജിങ് ടൈമും കൂടുതലാണ്. അതാണ് ഇതിന്റെ ഒരു രണ്ടാമത്തെ പ്രശ്നം. പിന്നെ അത് പിക്സൽ 10ലോട്ട് വരുമ്പം 5000 mAh ബാറ്ററിയാണ് അതിലുള്ളത്. ആൻഡ് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് അതിനുള്ളത്. എന്നാലും 2026 സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആ ചാർജിങ് സ്പീഡ് വളരെ കുറവാണ്. ദ നെക്സ്റ്റ് തിങ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് ആണ്. ടെൻസർ G3 എന്ന് പറഞ്ഞിട്ടുള്ള അതിപവർഫുൾ ആയിട്ടുള്ള മാരക ചിപ്സെറ്റ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ദ ലെജൻഡ് എക്സിനോസ് ടീക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ ചിപ്സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാമല്ലോ, ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഡെയിലി ടാസ്കിന് വരെ ഈ സാധനം നല്ല രീതിയിൽ ഹീറ്റ് ആവും. ആൻഡ് അടുത്ത കാര്യം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റി ഈസ് ഓക്കേഷ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. സബ്ജക്റ്റീവ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇത് പ്ലാസ്റ്റിക് ബിൽഡാണ്. പ്ലാസ്റ്റിക് ബിൽഡിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സിംപ്ലിസിറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് ഇത് ഇഷ്ടമാവും. ഗ്ലാസ് ബിൽഡിനേക്കാളും കുറച്ചും കൂടിയും ഈസി ടു മെയിൻറ്റെയിൻ ആണ്. കാരണം നമ്മൾ ഗ്ലാസ് ബിൽഡ് ആണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ബിൽഡ് ആണെന്നുണ്ടെങ്കിലും പൗച്ച് ഇട്ടിട്ടാണ് ഉപയോഗിക്കുക. സോ അതൊരു വലിയൊരു ഡീൽ ബ്രേക്കർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരു ഫോണിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യം ഇതിനില്ല. പക്ഷേ ഇതിന് ഒരുപാട് നല്ല അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇപ്പോഴുള്ള പല ഫോൺസിനും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കിനി അഡ്വാൻറ്റേജസിലോട്ട് പോവാം. ഇതിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും പിക്സൽ വാങ്ങാനുള്ള പ്രധാന കാരണം ഇതിന്റെ ഈ വാനില ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ക്ലീൻ UI ആണ്. എല്ലാ അപ്ഡേറ്റും ആദ്യം തന്നെ ഇതിൽ വരും. ഇതിലിപ്പോൾ ഉള്ളത് ആൻഡ്രോയിഡ് 17 അപ്ഡേറ്റ് ആണ്. മറ്റുള്ള എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സും അവരിപ്പോൾ ബീറ്റ ടെസ്റ്റിങ്ങിലാണ്. ഇതിലിപ്പോൾ ആൻഡ്രോയിഡ് 17 ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ എന്തായാലും ആൻഡ്രോയിഡ് 17 ഒരു വീഡിയോ നമ്മൾ ചെയ്യും. സോ ഇതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഈ വാനില ക്ലീൻ UI എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിലുള്ളത് 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിന്റെ ചിപ്സെറ്റ് തീരെ കേപ്പബിൾ അല്ല. 7 വർഷമൊക്കെ, ഇനി അങ്ങോട്ട് 4 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് ഉണ്ട്. അതൊക്കെ ഇതിൽ എങ്ങനെ പോകുന്നുള്ളത് സംശയം തന്നെയാണ്. ഇനിയിപ്പം 10 ആയാലും അത് തന്നെയാണ് അവസ്ഥ. 7 വർഷത്തോളൊന്നും ഈ ടെൻസർ ചിപ്സെറ്റ് പോവില്ല എൻ്റെ അഭിപ്രായത്തിൽ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അവരിത് ടീക്ക് ചെയ്യുന്നത് നോക്കാം. അടുത്ത കാര്യം ഇതിന്റെ ഡിസൈനാണ്. ഈ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം 10 ആയാലും നല്ല ഡിസൈനാണ്, നല്ല കോമ്പാക്ട് ഡിസൈനാണ് 10 ഈ ഡിസൈനും കുഴപ്പമൊന്നുമില്ല, നല്ല ഡിസൈനാണ്. ഇതും സബ്ജക്റ്റീവ് ആണ്. കാരണം എല്ലാവർക്കും കോമ്പാക്ട് ഡിവൈസസ് ഇഷ്ടമാവണമെന്നില്ല. ഒരുപാട് ആൾക്കാർ, നമ്മുടെ മെജോറിറ്റി ആൾക്കാർക്കും വലിയ ഡിവൈസസ് ആണ് ഇഷ്ടം. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെയും വോയിസ് എക്സ്പീരിയൻസിന്റെയും കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ പിക്സൽ 10യും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവും. ഇതിനുള്ള വ്യത്യാസം വരുന്നത് ഇതിന്റെ ക്യാമറ മൊഡ്യൂളിലാണ്. അത് ഞാൻ ഇതിന്റെ ഔട്ട്പുട്ടിലൂടെ തന്നെ സംസാരിക്കാം. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ഔട്ട് വരുന്നത്. ഇതിപ്പം 4K 30 FPS നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിലൊരു സ്പീച്ച് എൻഹാൻസർ എന്നിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്, അത് ഓൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വോയിസ് ഇത്ര ക്ലാരിറ്റിയിൽ വരുന്നത്. ആൻഡ് ഇതിലത് ഞാൻ ഓഫ് ആക്കിയിട്ടുള്ള ഔട്ട്പുട്ട് ഞാൻ കാണിക്കാം. ആണ് സ്പീച്ച് എൻഹാൻസർ ഓഫ് ചെയ്തിട്ടുള്ള ഔട്ട്. ഇതിപ്പോൾ എടുക്കുന്നത് 4K 30 FPS ആൻഡ് ഇതിൽ നമുക്ക് 4K 60 FPS വരെ പോകാം. ഇതിലിപ്പോൾ ഞാൻ വോയിസ് എൻഹാൻസ്മെൻറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, കളേഴ്സൊക്കെ ഭയങ്കര നാച്ചുറലാണ്, ഒരു ഓവർ എക്സ്പോസ്ഡ് അല്ല. നമ്മൾ കണ്ണിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇതിൽ ഔട്ട് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നൈസ്. വീഡിയോസിൽ വരുമ്പം അതാണ് അവസ്ഥ. ആൻഡ് ഫോട്ടോസിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു പോർട്രേറ്റ് ഷോട്ട്സ് നമ്മൾ ടേക്ക് ചെയ്യുമ്പം കുറച്ച് സീനാണ്. കാരണം ഇതിൽ ടെലഫോട്ടോ ലെൻസ് ഇല്ല. ഇതിന്റെ മെയിൻ ലെൻസിനെ ക്രോപ്പ് ചെയ്തിട്ടാണ് ഇത് പോർട്രേറ്റ് ഫോട്ടോസ് പ്രോസസ് ചെയ്യുന്നത്. സോ ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഇൻ പോർട്രേറ്റ് ഫോട്ടോസ്.
മറ്റുള്ള ഫോട്ടോസ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ പോർട്രേറ്റ് ഇമേജസിൽ മാത്രമാണ് നമുക്കൊരു ഓവർ പ്രോസസിങ് ഫീൽ ചെയ്യുക. ഈ പ്രോസസിങ് ഒഴിവാക്കാനുള്ള വല്ല സംഭവങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ലതായിരുന്നു. പിന്നെ ഇതിലെ ഫ്രണ്ട് ക്യാമറ 30 മെഗാ പിക്സൽ ആണ്. അത് ഒബ്വിയസ്ലി ലോ ലൈറ്റ് കണ്ടീഷനിൽ വളരെ ഗ്രെയിനി ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിന്റെ ക്യാമറാസ് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ സെയിം ക്യാമറ തന്നെയാണ് പിക്സൽ 7ലും അവർ യൂസ് ചെയ്തേക്കുന്നത്. ഇത് 10ലോട്ട് വരുമ്പം 48 മെഗാ പിക്സൽ സെൻസർ ആണുള്ളത്. അപ്പം ഇതിൽ 64ഉം അതിൽ 48 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലെ ക്യാമറയാണ് ബെറ്റർ എന്ന്. അങ്ങനെയല്ല, അതിലെ ക്യാമറയാണ് ബെറ്റർ. കാരണം അതിൽ യൂസ് ചെയ്തേക്കുന്ന സെൻസർ കുറച്ചും കൂടി ബിഗർ ആണ്, കുറച്ചും കൂടി ലൈറ്റിനെ ഇൻടേക്ക് ചെയ്യും. ഇതിന്റെ സെൻസർ കുറച്ച് ചെറുതാണ്. സോ അതാണ് ഒരു വ്യത്യാസമുള്ളത്. എന്നാലും നമുക്ക് ഒരു രാപ്പകൽ വ്യത്യാസം നമുക്ക് ഇതിന്റെ ഫോട്ടോ ഔട്ട്പുട്ടിൽ നമുക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിന്റെ മെയിൻ സെൻസർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊരു അൾട്രാവൈഡ് ക്യാമറ ഉണ്ട്. ഒന്നിനും പറ്റാത്തൊരു സാധനമാണ്. അത് തന്നെയാണ് അവർ ഇതിനും വെച്ചേക്കുന്നത്, 10ക്കും വെച്ചേക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ക്യാമറന്റെ അവസ്ഥ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പ്രോപ്പർ ആണ്. ഞാൻ പറഞ്ഞത് ടിൽ നൗ ആണ്. ഇതിൽ വരുന്നത് ജസ്റ്റ് ഒരു സ്കിൻ അപ്ഡേറ്റ് മാത്രമല്ല, ഒരുപാട് നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ അടുത്ത് വന്നിട്ടുള്ള സ്ക്രീൻ റിയാക്ഷൻ ഇതിലിപ്പം ആൻഡ്രോയിഡ് 17 കൂടെ വന്നു. ആൻഡ് ഓൾസോ എയർ ഡ്രോപ്പ് സപ്പോർട്ട് വന്നു. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. കാരണം മറ്റുള്ള ബ്രാൻഡ്സ് ഒക്കെ ജസ്റ്റ് ഒരു സ്കിൻ അപ്ഡേറ്റ് പോലെയാണ് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത്. അതിൽ നിന്നൊരു വ്യത്യാസം ഇതിലുണ്ട്. ആൻഡ് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ എയർ ഡ്രോപ്പ് സപ്പോർട്ട് ആക്ച്വലി പിക്സൽ 8ലും 8 പ്രോയിലും വന്നിട്ടില്ല, ഇതിലാണ് വന്നത്. ഞാൻ പറയാൻ കാരണം പിക്സൽ 8ന്റെയും 8 പ്രോയിന്റെയും ബഡ്ജറ്റ് ലെവൽ സാധനമാണത്. അതിൽ കൊടുക്കാത്ത ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രാന്തമായിട്ടുള്ള കളികൾ അവരുടെ അടുത്തുനിന്നുണ്ട്. ബട്ട് സ്റ്റിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പ്രോപ്പറാണ്. ആസ് ഓഫ് നൗ A സീരീസിൽ ഓക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും A സീരീസ് ചെക്കൗട്ട് ചെയ്യാം. അതിനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 10 എടുക്കണം എന്നില്ല, 9 എടുത്താൽ മതി. 9യും 10യും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. സെയിം ചിപ്സെറ്റ് ആണ്, സെയിം ഡിസൈൻ ആണ്, സെയിം ക്യാമറയാണ്, ഒക്കെ സെയിം ആണ്. ചെറിയ രീതിയിൽ ഇതിന്റെ ബെസലിന്റെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ 10ൽ. ആ ഒരു വ്യത്യാസമുള്ളൂ. എന്നാലും ബെസൽസ് നോട്ടീസബിൾ ആണ്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പിക്സൽ A സീരീസിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 17 അപ്ഡേറ്റ്സുമായിട്ട് കാണാം. ബൈ ബൈ.